ചാപ്റ്റർ 13 വാട്ടർ ഓഷ്യൻസ്. വാട്ടർ എന്ന് പറയുന്നത് ലൈഫ് നിലനിൽക്കാൻ അത്യാവശ്യമായ എസെൻഷ്യൽ കമ്പോണൻ്റ് ആണല്ലേ. നമ്മുടെ എർത്ത് ഒരു വാട്ടർ പ്ലാനറ്റ് ആയതുകൊണ്ട് തന്നെയാണ് എല്ലാ ലൈഫ് ഫോംസ് ഇവിടെ എക്സിസ്റ്റ് ചെയ്തു പോകുന്നത്. ഇത്രയും ഹ്യൂജ് എമൗണ്ട് ഓഫ് വാട്ടർ അവൈലബിൾ ആയതുകൊണ്ടാണ് നമ്മുടെ എർത്തിനെ ബ്ലൂ പ്ലാനറ്റ് എന്ന് വിളിക്കുന്നത്. ഇനി ഹൈഡ്രോളജിക്കൽ സൈക്കിൾ എന്താണെന്ന് നോക്കാം. വാട്ടർ എന്ന് പറയുന്ന ഒരു സൈക്ലിക് റിസോഴ്സാണ്. എന്ന് വെച്ചാൽ നമുക്കിന്ന് യൂസ് ചെയ്യാം, പിന്നീട് തന്നെ റീയൂസ് ചെയ്യാനും സാധിക്കും. വാട്ടർ ഓൾസോ അണ്ടർഗോസ് എ സൈക്കിൾ ഫ്രം ഓഷ്യൻ ടു ലാൻഡ് ആൻഡ് ലാൻഡ് ടു ഓഷ്യൻ. അപ്പോൾ ദ ഹൈഡ്രോളജിക്കൽ സൈക്കിൾ ഡിസ്ക്രൈബ്സ് ദ മൂവ്മെൻറ്റ് ഓഫ് വാട്ടർ ഓൺ ഇൻ ആൻഡ് എബോവ് ദ എർത്ത്. പല പ്രോസസ്സിലൂടെയുള്ള ഈ വാട്ടറിൻ്റെ മൂവ്മെൻറ്റിനെയാണ് നമ്മൾ ഹൈഡ്രോളജിക്കൽ സൈക്കിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടു എയർ, വാട്ടർ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ് റിക്വയർഡ് ഫോർ ദ എക്സിസ്റ്റൻസ് ഓഫ് ലൈഫ് ഓൺ എർത്ത്. പക്ഷേ അതിൻ്റെ ഒരിക്കലും ഡിസ്ട്രിബ്യൂഷൻ യൂണിഫോം അല്ലാതെ അൺഈവൻ ഡിസ്ട്രിബ്യൂഷനാണുള്ളത്. പല സ്ഥലങ്ങളിലും ആവശ്യത്തിന് വാട്ടർ അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയാസിൽ വാട്ടർ സ്കാർസിറ്റി ഉണ്ടാകുന്നു. പിന്നെ ചില ലൊക്കേഷനിലെന്ന് പറയുന്നത് അത്യാവശ്യത്തിൽ കൂടുതൽ വാട്ടർ ലഭിക്കുകയും ചെയ്യുന്നു. അതായത് സർപ്ലസ് വാട്ടർ കാണപ്പെടും. The hydrological cycle is a circulation of water within Earth's hydrosphere in different forms. അത് ലിക്വിഡായിട്ടും സോളിഡായിട്ടും ഗേഷ്യസ് ഫേസ് ആയിട്ടും പല ഫോംസിൽ ഇങ്ങനെ വാട്ടർ സർക്കുലേറ്റ് ചെയ്യുന്നതിനാണ്, എർത്തിൻ്റെ ഹൈഡ്രോസ്ഫിയറിൽ സർക്കുലേറ്റ് ചെയ്യുന്നതിനാണ് ഹൈഡ്രോളജിക്കൽ സൈക്കിൾ എന്ന് പറയുന്നത്. ഇറ്റ് ഓൾസോ റെഫേഴ്സ് ടു ദ കണ്ടിന്യൂസ് എക്സ്ചേഞ്ച് ഓഫ് വാട്ടർ ബിറ്റ്വീൻ ഓഷ്യൻസ്, അറ്റ്മോസ്ഫിയർ, ലാൻഡ് സർഫസ് ആൻഡ് സബ് സർഫസ് ആൻഡ് ദ ഓർഗാനിസംസ്. ഈ വാട്ടർ സൈക്കിൾ നമ്മൾ ചെറിയ രീതിയിൽ കഴിഞ്ഞൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. പിന്നെ സർഫസ് വാട്ടർ അല്ലെങ്കിൽ ഓഷനിലുള്ള വാട്ടർ എന്നൊക്കെ പറയുന്നത് എന്താണ്, ഇവാപ്പറേഷൻ വഴി എന്തായിട്ട് ലിക്വിഡ് ആയിരുന്നത് ഇവാപ്പറേഷൻ വഴി ഗേഷ്യസ് ഫോമിലേക്ക് മുകളിലേക്ക് എത്തുന്നു. അവിടുന്ന് ആ എയറിനെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ലെവൽ കഴിയുമ്പോൾ, സാച്ചുറേഷൻ ലെവൽ കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു, അത് പതുക്കെ കണ്ടൻസ് ചെയ്ത് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നു. പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് അത് പല ഫോംസിലാവാം. ലിക്വിഡായിട്ടാണെങ്കിൽ ഓക്കെ, അങ്ങനെ ഇത് സോളിഡ് ഫോമിലാണ് പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് വരുന്നത്, സബ്ലിമേഷൻ എന്ന് പറയുന്നു. അതുകൂടാതെ സർഫസ് വാട്ടർ എന്താണ്, ഇൻഫിൽട്രേറ്റ് ചെയ്ത് ഉള്ളിലേക്ക് കയറുക അല്ലേ, ഗ്രൗണ്ട് വാട്ടറായിട്ട് മാറുന്നു. പിന്നെ പ്ലാന്റ്സിൽ നിന്നും ട്രാൻസ്പിറേഷൻ പ്രോസസ്സ് വഴി, അപ്പോൾ ട്രാൻസ്പിറേഷനും ഇവാപ്പറേഷനും കൂടി ഒരുമിച്ചാണ് ഇവാപ്പോ ട്രാൻസ്പിറേഷൻ എന്ന് പറയുന്നത്. ഇതുവഴിയൊക്കെ മുകളിലേക്ക് വാട്ടറിൻ്റെ കണ്ടൻറ്റ് എത്തുന്നു. അപ്പോൾ ഓഷ്യൻസിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാട്ടർ ആണെങ്കിൽ അതിൽ എന്തൊക്കെ പ്രോസസ്സാണ്, ഇവാപ്പറേഷൻ ഉണ്ട്, പിന്നെ ഇവാപ്പോ ട്രാൻസ്പിറേഷൻ, സബ്ലിമേഷൻ. ഇവിടെ ഈ സബ്ലിമേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഐസ് ഡയറക്റ്റായിട്ട് ഗ്യാസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ജനറലി സബ്ലിമേഷൻ പറയുമ്പോൾ സോളിഡും ഗ്യാസും തമ്മിലുള്ള ഒരു കൺവേർഷനാണ്. ഓഷ്യൻസിലൊക്കെ കാണപ്പെടുന്ന ഐസസ് ഇത്തരത്തിൽ കൺവേർട്ട് ചെയ്ത് ഡയറക്റ്റ് ഗ്യാസായി വേപ്പറായിട്ട് അറ്റ്മോസ്ഫിയറിലേക്ക് എത്തുന്നു. നെക്സ്റ്റ്, വാട്ടറിൻ്റെ അറ്റ്മോസ്ഫിയറിൽ എന്തൊക്കെ പ്രോസസ്സാണ്, കണ്ടൻസേഷനും പ്രസിപ്പിറ്റേഷനും. ഇങ്ങനെയാണത് വാട്ടർ സൈക്കിളിൻ്റെ പാർട്ടാവുന്നത്. നെക്സ്റ്റ്, വാട്ടർ സ്റ്റോറേജ് ഇൻ ഐസ് ആൻഡ് സ്നോ മെൽറ്റ് റൺ ഓഫ് ഇൻ ടു സ്ട്രീംസ്. ഇത് ജനറലി ഫ്രഷ് വാട്ടർ ആയിരിക്കും. നെക്സ്റ്റ്, സർഫസ് റൺ ഓഫ് ആകുമ്പോൾ അതിൻ്റെ പ്രോസസ്സ് നമ്മൾ പറഞ്ഞ ഇൻഫിൽട്രേഷനാണ്. ഇനി ഗ്രൗണ്ട് വാട്ടർ സ്റ്റോറേജ് ആകുമ്പോഴത്തേക്കും ഡിസ്ചാർജ് സ്പ്രിങ്സ് ആയിട്ട് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ സർഫസ് റൺ ഓഫ് എന്നൊക്കെ ഇൻഫിൽട്രേറ്റ് ചെയ്ത് ഗ്രൗണ്ട് വാട്ടറായിട്ട് മാറുന്ന ആ വെള്ളം പിന്നീട് ഡിസ്ചാർജ് സ്പ്രിങ്സ് ആയിട്ട് വാട്ടർ സൈക്കിളിൻ്റെ ഭാഗമാകുന്നുണ്ട്. നമ്മുടെ പ്ലാനറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള വെള്ളത്തിൻ്റെ 71%, 71% എന്ന് പറയുന്ന ഓഷ്യൻസിലാണ് കാണപ്പെടുന്നത്. അതിൻ്റെ ബാക്കി പാർട്ട് മാത്രമേ ഉള്ളൂ ഫ്രഷ് വാട്ടറായിട്ട് ഗ്ലേഷ്യേഴ്സിലും ഐസ് ക്യാപ്സിലും പിന്നെ ഗ്രൗണ്ട് വാട്ടർ റിസോഴ്സായിട്ടും ലേക്സിലും പിന്നെ സോയിൽ മോയ്സ്ചറായിട്ടും അറ്റ്മോസ്ഫിയറിലും സ്ട്രീംസും ഒക്കെ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളൂ. പക്ഷേ ഒരു മേജർ പാർട്ട് 71% എന്ന് പറയുന്നത് ഓഷ്യൻസിലാണ് കാണപ്പെടുന്നത്. ഇനി ലാൻഡിലേക്ക് എത്തപ്പെടുന്ന വെള്ളത്തിൻ്റെ 59%, 59% എന്ന് പറയുന്നത് എന്ത് സംഭവിക്കും, തിരിച്ച് അറ്റ്മോസ്ഫിയറിലേക്ക് തന്നെ പല രീതിയിൽ ഇവാപ്പറേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. The water that falls on land returns to the atmosphere through evaporation from over the oceans as well as from other places. അപ്പോൾ 59% എന്താണ് അറ്റ്മോസ്ഫിയറിലേക്ക് തിരിച്ചു പോകും. ഇതിൻ്റെ ബാക്കി മാത്രമാണ്, അതായത് ബാക്കി 41% ആണ് സർഫസ് റൺ ഓഫ് ആയിട്ട് പിന്നെ എന്താണ് ഗ്രൗണ്ടിലേക്ക് ഇൻഫിൽട്രേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു കുറച്ച് എന്താണ് ഐസ് ഗ്ലേഷ്യസ് ആയിട്ട് മാറുക. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് റിന്യൂവബിൾ ആയിട്ടുള്ള വാട്ടർ എന്ന് പറയുന്നത് ശരിക്കും കോൺസ്റ്റൻ്റ് ആണ്. പക്ഷേ വാട്ടറിനോടുള്ള നമ്മുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ് ട്രെമൻഡസ്ലി ഇൻക്രീസ് ചെയ്തിട്ടിരിക്കും. ഇതുകൊണ്ട് തന്നെ വാട്ടർ ക്രൈസിസ് വേൾഡിൻ്റെ ഡിഫറെൻറ്റ് പാർട്ടിൽ വാട്ടർ ക്രൈസിസ് ഉണ്ടാകുന്നുണ്ട്, സ്പെഷ്യലി ആൻഡ് ടെമ്പറലി. ഓക്കെ, നമുക്ക് വെള്ളത്തിനുള്ള ഡിമാൻഡ് കൂടുതലാണ്, പക്ഷേ വെള്ളത്തിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള ക്വാണ്ടിറ്റി റിന്യൂവബിൾ വാട്ടർ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ ഈ സൈക്കിളിൽ തന്നെ നടക്കുന്ന വെള്ളമല്ലേ അവൈലബിൾ ആയിട്ടുള്ളൂ. അതിൻ്റെ കൂടെ അഡീഷണലി എന്താണ് റിവർ വാട്ടറിൽ ഫ്രഷ് വാട്ടർ ആയിരിക്കും മിക്കതും. പക്ഷേ ഇപ്പം നമുക്ക് കിട്ടുന്ന പൊല്യൂട്ടഡ് വാട്ടറാണ്. പൊല്യൂഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഈ വാട്ടർ ക്രൈസിസ് ഭയങ്കര സീവിയർ ആയിക്കൊണ്ടിരിക്കുന്നു. നെക്സ്റ്റ്, റിലീഫ് ഓഫ് ദ ഓഷ്യൻ ഫ്ലോർ.
ദ ഓഷ്യൻസ് ആർ കൺഫൈൻഡ് ടു ദ ഗ്രേറ്റ് ഡിപ്രഷൻസ് ഓഫ് ദ എർത്ത്സ് ഔട്ടർ ലെയർ. ഇത് നമ്മൾ നേച്ചർ ഓഫ് ഓഷ്യൻ ബേസിൻസും പിന്നെ അവരുടെ ടോപ്പോഗ്രഫിയാണ് നോക്കുന്നത്. ചാപ്റ്റർ 4 ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓഷ്യൻസ് ആൻഡ് കോണ്ടിനെൻസിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കൊരു പ്രോപ്പർ റിവിഷൻ ആവും. ബിക്കോസ് ആ വീഡിയോയിൽ ഞാൻ റിലീഫ് ഫീച്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മുടെ ഓഷ്യാനിക് പാർട്ടിന് നമുക്ക് 5 മേജർ ഗ്രൂപ്പായിട്ട് തിരിക്കാം. ഏതൊക്കെയാണ്? ഒന്ന് പസഫിക് ഓഷ്യൻ, നോർത്ത് അമേരിക്കയുടെ സൗത്ത് അമേരിക്കയുടെയും അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ, അതായത് ഏഷ്യയുടെയും അമേരിക്കയുടെയും ഇടയ്ക്ക് കാണപ്പെടുന്ന പസഫിക് ഓഷ്യൻ. പിന്നെ അറ്റ്ലാന്റിക് ഓഷ്യൻ, അമേരിക്കയുടെയും ആഫ്രിക്കൻ കോണ്ടിനെൻ്റെയൊക്കെ ഇടയ്ക്ക് കാണപ്പെടുന്ന അറ്റ്ലാന്റിക് ഓഷ്യൻ. പിന്നെ നമ്മുടെ ഇന്ത്യൻ ഓഷ്യൻ, സൗത്തിൽ അന്റാർട്ടിക്കയുടെ ഏരിയയിൽ കാണപ്പെടുന്ന സതേൺ ഓഷ്യൻ, ഏറ്റവും ടോപ്പിലുള്ള ആർട്ടിക് ഓഷ്യൻ. ലാർജ് ഓഷ്യൻസിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെയുണ്ട്? സീസും ബേസും ഗൾഫും ഒക്കെ കാണപ്പെടുന്നുണ്ട്. എ മേജർ പോർഷൻ ഓഫ് ദ ഓഷ്യൻ ഫ്ലോർ ഈസ് ഫൗണ്ട് ബിറ്റ്വീൻ 3 to 6 കിലോമീറ്റർ ബിലോ ദ സീ ലെവൽ. ഇനി ഓഷ്യൻ്റെ അടിയിലുള്ള ലാൻഡ് എന്ന് പറയുന്നത്, ലാൻഡ് പാർട്ട് എന്ന്, അതായത് ഓഷ്യൻ ഫ്ലോർ എന്ന് പറയുന്നത് ഒരുപാട് കോംപ്ലക്സ് ആൻഡ് വേരിയഡ് ഫീച്ചേഴ്സ് എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ലാൻഡിൽ ഇപ്പോൾ മൗണ്ടൻസ് ഒക്കെ കാണാൻ പറ്റുന്നില്ല, അതുപോലെ തന്നെ ഓഷ്യൻ്റെ അടിയിലും ഓഷ്യൻ്റെ സീ ഫ്ലോറിലായിട്ട്, അതായത് ഓഷ്യൻ ഫ്ലോറിലായിട്ട് മൗണ്ടൻസ് ഒക്കെ കാണപ്പെടുന്നുണ്ട്, വോൾക്കാനോസ് കാണപ്പെടുന്നുണ്ട്. The floors of the oceans are rugged with the world's largest mountain ranges, deepest trenches and largest plains. These features are formed, like those of the continents, by the factors of tectonic, volcanic and deposition process. അപ്പോൾ ഓഷ്യൻ ഫ്ലോറിനെ നമുക്ക് മേജർ ഗ്രൂപ്പായിട്ട് തിരിക്കാം, 4 മേജർ ഡിവിഷനായിട്ട് തിരിക്കാം. അതിൽ ഒന്നാമത്തേത് കോണ്ടിനെൻ്റൽ ഷെൽഫ്, പിന്നെ കോണ്ടിനെൻ്റൽ സ്ലോപ്പ്, ഡീപ് സീ പ്ലെയിൻ അതായത് അബേസൽ പ്ലെയിൻ, ഓഷ്യാനിക് ഡീപ്സ് അഥവാ ഓഷ്യാനിക് ട്രെഞ്ചസ്. അപ്പോൾ ഇങ്ങനെ കോണ്ടിനെൻ്റൽ ഷെൽഫ്, കോണ്ടിനെൻ്റൽ സ്ലോപ്പ്, അബേസൽ പ്ലെയിൻ, ഓഷ്യാനിക് ട്രെഞ്ചസ്, ഇങ്ങനെ 4 മേജർ ഡിവിഷൻസ് ഉണ്ട് ഓഷ്യാനിക് ഫ്ലോറിന്. കോണ്ടിനെൻ്റൽ ഷെൽഫ്, കോണ്ടിനെൻ്റൽ സ്ലോപ്പ്, ഡീപ് സീ പ്ലെയിൻ, ഓഷ്യാനിക് ഡീപ്സ്. Besides these divisions, there are also major and minor relief features in the ocean floors like ridges, hills, seamounts, guyos, trenches, canyons, etc. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്ന ഫീച്ചർ കോണ്ടിനെൻ്റൽ ഷെൽഫാണ്. ഈ ഒരു ഫീച്ചർ, ഈ ഒരു പാർട്ട്, ഈ ഒരു ഏരിയയിൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫോസിൽ ഫ്യൂൽ ഡിപ്പോസിറ്റ്സ് ഒക്കെ ഇവിടെ ആയിരിക്കും കാണപ്പെടുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കോണ്ടിനെൻ്റൽ ഷെൽഫ് കഴിഞ്ഞ് പിന്നെ നേരെ കോണ്ടിനെൻ്റൽ സ്ലോപ്പിലേക്കാണ് പോകുന്നത്. ഷെൽഫ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സ്ലോപ്പി ഏരിയ ആണ് കോണ്ടിനെൻ്റൽ സ്ലോപ്പ് എന്നാണ് അതിനെ വിളിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ സ്ലോപ്പിലൂടെ ചെറിയ ചെറിയ സെഡിമെൻറ്റ്സ് വന്ന് ഇവിടെ വീണിട്ട് ഇവിടെ കോണ്ടിനെൻ്റൽ റൈസ് ഫോം ചെയ്യും ചെറുതായിട്ട്. അത് കഴിഞ്ഞ് പിന്നെ അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് ഇവിടെ അബേസൽ പ്ലെയിൻസ് ഉണ്ടാകുന്നത്. ആ വാസ്റ്റ് പ്ലെയിൻസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം എന്തായാലും കോണ്ടിനെൻ്റൽ ഷെൽഫ് നോക്കാം. ഇറ്റ് ഈസ് എക്സ്റ്റെൻഡഡ് മാർജിൻ ഓഫ് ഈച്ച് കോണ്ടിനെൻറ്റ്. ഓരോ കോണ്ടിനെൻറ്റിൻ്റെയും എക്സ്റ്റെൻഡഡ് മാർജിൻ ആയിരിക്കും ഒക്യുപ്പൈഡ് ബൈ റിലേറ്റീവ്ലി ഷാലോ സീസ് ആൻഡ് ഗൾഫ്സ്. അതവിടെ കോണ്ടിനെൻ്റ് പാർട്ട് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് ഓഷ്യൻ്റെ പാർട്ടിലേക്ക് തുടങ്ങുന്നുണ്ട്. അതിനിടയ്ക്കുള്ള ഓരോ കോണ്ടിനെൻറ്റിനെയും എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളൊരു മാർജിനായിട്ട് നമുക്ക് പറയാൻ പറ്റും. അതിനോട് അസോസിയേറ്റഡ് എന്ത് കാണും? ഷാലോ സീസ് അല്ലെങ്കിൽ ഗൾഫ് കാണപ്പെടും. ഷാലോ സീസോ അല്ലെങ്കിൽ ഗൾഫോ ഒക്കെ കാണപ്പെടും. It is the shallowest part of the ocean, showing an average gradient of 1 degree or even less. The shelf typically ends at a very steep slope. ഞാൻ പറഞ്ഞില്ലേ, ഷെൽഫ് ഇങ്ങനെ വന്നിട്ട് പിന്നെ നേരെ കോണ്ടിനെൻ്റൽ സ്ലോപ്പിലേക്ക് പോവാണ്. അപ്പോൾ ആ ഒരു പോയിൻ്റാണ് ഷെൽഫ് ബ്രേക്ക് എന്ന് പറയുന്നത്. The shelf typically ends at a very steep slope called the shelf break. ഇനിയും ഈ 5 ഓഷ്യൻസിന്, മേജർ ഓഷ്യൻസ് നമ്മൾ പറഞ്ഞില്ലേ, അതിൽ ഓരോ ഓഷ്യൻസിനും ഓരോ ടൈപ്പ് ഓഫ് കോണ്ടിനെൻ്റൽ ഷെൽഫായിരിക്കും കാണപ്പെടുന്നത്. ഓരോന്നിൻ്റെയും വിഡ്ത്തും ഡെപ്തും ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. എന്നാലും ഇൻ ജനറൽ പറയുകയാണെങ്കിൽ ആവറേജ് വിഡ്ത്ത് എന്ന് പറയുന്നത്, കോണ്ടിനെൻ്റൽ ഷെൽഫിൻ്റെ ആവറേജ് വിഡ്ത്ത് എന്ന് പറയുന്നത് ഏകദേശം ഒരു 80 കിലോമീറ്റർ ആയിരിക്കും. 80 കിലോമീറ്റർ ആയിരിക്കും ആവറേജ് വിഡ്ത്ത് എന്ന് പറയുന്നത്. പക്ഷേ ചില ഏരിയാസിൽ, ചില കോസ്റ്റ്, ചിലി, അതുപോലെ തന്നെ സുമാത്രയുടെ വെസ്റ്റ് കോസ്റ്റ്, സുമാത്രൻ വെസ്റ്റ് കോസ്റ്റ്, ചിലി, ഈ ഒരു ഏരിയാസിലേക്ക് ഒന്നുകിൽ ഷെൽഫ് ആബ്സെൻ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഭയങ്കര നാരോ ആയിരിക്കും. പക്ഷേ വേൾഡിൽ തന്നെ ഏറ്റവും വലിയ കോണ്ടിനെൻ്റൽ ഷെൽഫ് നമുക്ക് പറയാൻ പറ്റുന്നത് ആർട്ടിക് ഓഷ്യനിൽ കാണപ്പെടുന്ന സൈബീരിയൻ ഷെൽഫാണ്. ഓൺ ദി കോൺട്രറി, ദ സൈബീരിയൻ ഷെൽഫ് ഇൻ ദ ആർട്ടിക് ഓഷ്യൻ ഇസ് ദ ലാർജസ്റ്റ് ഇൻ ദ വേൾഡ്, സ്ട്രെച്ചസ് ടു 1500 കിലോമീറ്റർ ഇൻ വിഡ്ത്ത്. അപ്പോൾ ഒരു സൈഡിൽ എന്താണ് സുമാത്ര, അതുപോലെ തന്നെ ചിലി, സുമാത്രയുടെ വെസ്റ്റ് കോസ്റ്റിലൊക്കെ എന്ന് പറയുന്നത് വെരി നാരോ അല്ലെങ്കിൽ ആബ്സെൻ്റ് ആയിരിക്കും ഷെൽഫ്. പക്ഷേ ആർട്ടിക് ഓഷ്യനിലെ സൈബീരിയൻ ഷെൽഫ് എന്ന് പറയുന്നത് ലാർജസ്റ്റ് ഇൻ ദ വേൾഡ് ആണ്. അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 1500 കിലോമീറ്റർ ആണ് കോണ്ടിനെൻ്റൽ ഷെൽഫിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്. ഇത്ര നമ്മൾ വിഡ്ത്തിനെ കുറിച്ച് ഡെപ്ത് നോക്കാം.
The depth of the shells also varies. It may be as shallow as 30 meter in some areas, while in some areas it is as deep as 600 meter. അപ്പം ഒന്നുകിൽ 30 മീറ്റർ ആയിട്ട് ഷാലോ ഡെപ്ത് ആയിരിക്കും, അല്ലെങ്കിൽ എന്താണ് 600 മീറ്റർ വരെ അതിൻ്റെ ഡെപ്ത് പോകാറുണ്ട്. ഇനി റിവേഴ്സൊക്കെ വന്ന് ചേരുന്നത് ഈ സീസിലേക്കാണ് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഈ ആ ഒരു ഏരിയയിലാണ് ഷെൽസ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ റിവേഴ്സ് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ഗ്ലേഷ്യേഴ്സ് വെച്ച് അങ്ങനെ കൊണ്ടുവരുന്ന ഒരുപാട് സെഡിമെൻറ്റ്സിൻ്റെ ഡിപ്പോസിറ്റ്സ് ഇവിടെ കാണപ്പെടുന്നുണ്ട്. ദ കോണ്ടിനെൻ്റൽ ഷെൽസ് ആർ കവേർഡ് വിത്ത് വേരിയബിൾ തിക്നെസ് ഓഫ് സെഡിമെൻറ്റ്സ് ബ്രോട്ട് ഡൗൺ ബൈ റിവേഴ്സ്, ഗ്ലേഷ്യേഴ്സ്, വിൻഡ്സ് ഫ്രം ലാൻഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ വേവ്സ് ആൻഡ് കറൻസ്. അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഓഷ്യാനിക് വേവ്സ് ആൻഡ് കറൻസ് ആയിരിക്കും. അതായത് ആ ഒരു ഏരിയയിൽ അറേഞ്ച് ചെയ്യുന്നത് വേവ്സിൻ്റെ കറൻസിൻ്റെ ഹെൽപ്പോടുകൂടിയായിരിക്കും. മാസീവ് സെഡിമെൻ്ററി ഡിപ്പോസിറ്റ്സ് റിസീവ്ഡ് ഓവർ എ ലോങ് ടൈം ബൈ ദ കോണ്ടിനെൻ്റൽ ഷെൽസ് ബിക്കം ദ സോഴ്സ് ഓഫ് ഫോസിൽ ഫ്യൂവൽസ്. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് നാളത്തെ സെഡിമെൻ്ററി ഡിപ്പോസിറ്റ് റിസീവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് ഒരു ഫോസിൽ ഫ്യൂവലിൻ്റെ നല്ലൊരു സോഴ്സായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഫീച്ചർ നമ്മൾ പറയുന്നത് കോണ്ടിനെൻ്റൽ സ്ലോപ്പാണ്. ആസ് എ സെറ്റ്, കോണ്ടിനെൻ്റൽ ഷെൽഫ് കഴിഞ്ഞിട്ട് നേരെ ഒരു സ്ലോപ്പാണ് വരുന്നത്. അവിടെ ഒരു കോണ്ടിനെൻ്റൽ ഷെൽഫ് ബ്രേക്ക് കഴിഞ്ഞ് പിന്നെ നേരെ വരുന്ന കോണ്ടിനെൻ്റൽ സ്ലോപ്പാണ്. ഈ കോണ്ടിനെൻ്റൽ സ്ലോപ്പാണ് കോണ്ടിനെൻ്റൽ ഷെൽഫിനെയും ഓഷ്യൻ ബേസിൻസിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നത്. കോണ്ടിനെൻ്റൽ ഷെൽഫിൻ്റെ ഗ്രേഡിയൻ്റ് നമ്മൾ പറഞ്ഞത് 1 ഡിഗ്രി ഓർ ലെസ് ആണ് പറഞ്ഞത്. കോണ്ടിനെൻ്റൽ സ്ലോപ്പിൻ്റെ ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞാൽ 2 to 5 ഡിഗ്രി വേരി ചെയ്യും. ഇനി ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 200 to 300 മീറ്ററിൻ്റെ ഇടയ്ക്കായിരിക്കും. ഇതിൻ്റെ കോണ്ടിനെൻ്റൽ സ്ലോപ്പിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് 200 to 300 മീറ്ററിലായിരിക്കും. ഇനി നെക്സ്റ്റ് പറയുന്നത് കോണ്ടിനെൻ്റൽ സ്ലോപ്പിൻ്റെ ഒരു ബൗണ്ടറി ഇല്ല. അതെന്ന് പറയുന്നത് കോണ്ടിനെൻ്റ് പിന്നെ അവിടെ തീർന്നു, പിന്നെ അങ്ങോട്ട് ഓഷ്യൻ ബേസിൻസിലേക്ക് പോവാണ്. സോ കോണ്ടിനെൻറ്റിൻ്റെ ബൗണ്ടറിയാണ് ഒരു തരത്തിൽ കോണ്ടിനെൻ്റൽ സ്ലോപ്പിൻ്റെ ബൗണ്ടറി കൊണ്ട് ഇംപ്ലൈ ചെയ്യുന്നത്. ഇനി ഈ ഒരു പാർട്ടിൽ ഓഷ്യാനിക് ട്രെഞ്ചസ് ഒക്കെ കാണപ്പെടുന്നു, ട്രെഞ്ചസും കാനിയോൺസും ഒക്കെ കാണപ്പെടുന്നു. ഇവിടെ നോക്കുമ്പോൾ ഈ കോണ്ടിനെൻ്റൽ സ്ലോപ്പ് കഴിഞ്ഞ് റൈസ് കഴിഞ്ഞ് പിന്നെ അബീസൽ പ്ലെയിനിലേക്ക് പോകുന്നു. പക്ഷേ ഇവിടെ ഈ ഇപ്പുറത്തെ സൈഡിൽ നോക്കുമ്പോഴത്തേക്കും അവിടെ ഇതുപോലെ എന്താണ് ഒരു കോണ്ടിനെൻറ്റിൻ്റെ പാർട്ട് തീർന്നു, പിന്നെ എന്താണ് ഒരു ചെറിയ രീതിയിൽ ഒന്നുകിൽ കോണ്ടിനെൻ്റൽ ഷെൽഫ് കാണാം, ചിലപ്പോൾ കാണത്തില്ല. നമ്മൾ പറഞ്ഞില്ലേ നാരോ ഷെൽഫായിരിക്കും ചിലപ്പോൾ ഇല്ലാതിരിക്കാമെന്ന് പറഞ്ഞില്ലേ, സുമാത്രയിലും ചിലിയിലും ഒക്കെ പോലെ. ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ നോക്കിയേ ഇവിടെ ഒരു ഓഷ്യാനിക് ട്രെഞ്ച് കണ്ടില്ലേ, ട്രെഞ്ച് രൂപപ്പെടുന്നുണ്ട്. സോ കോണ്ടിനെൻ്റൽ സ്ലോപ്പിൻ്റെ ഒരു ഏരിയയിൽ തന്നെ നമുക്ക് കാനിയോൺസും ട്രെഞ്ചസും ഒക്കെ കാണാൻ പറ്റും. പസഫിക് ഓഷ്യൻ്റെ ഓഷ്യൻ ഫ്ലോർ ഫിഗർ എടുക്കുകയാണെങ്കിൽ അത് കോണ്ടിനെൻ്റൽ സ്ലോപ്പ് കഴിഞ്ഞിട്ട് ജപ്പാൻ ഏരിയയിലെ കോണ്ടിനെൻ്റൽ സ്ലോപ്പ് കഴിഞ്ഞ് നേരെ ട്രെഞ്ചാണ്. നെക്സ്റ്റ് ഡീപ് സീ പ്ലെയിൻ ആണ്. ഇവയ്ക്ക് സ്ലോപ്പ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല, ജെൻറ്റിൽ സ്ലോപ്പൊക്കെ കാണപ്പെടും. പക്ഷേ ഇവയെന്ന് പറയുന്നത് ഭയങ്കര സ്മൂത്തസ്റ്റ് റീജിയൻസ് ആയിരിക്കും. വേൾഡിൽ തന്നെ ഫ്ലാറ്റസ്റ്റ് ആൻഡ് സ്മൂത്തസ്റ്റ് റീജിയൻ ആയിരിക്കും അബേസൽ പ്ലെയിൻ, ഡീപ് സീ പ്ലെയിൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് 3000 to 6000 മീറ്ററാണ് അതിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത്. ഈ ഒരു റീജിയനിൽ ഫൈൻ ഗ്രെയിൻഡ് ആയിട്ടുള്ള സെഡിമെൻറ്റ്സ് കാണപ്പെടുന്നത്, ക്ലേ സിൽറ്റ് പോലുള്ള സെഡിമെൻറ്റ്സ് ഒക്കെ ഈ റീജിയനിൽ അത്യാവശ്യം നല്ല രീതിയിൽ അവൈലബിൾ. നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഓഷ്യനിക് ട്രെഞ്ചസ് ആണ്. ഓഷ്യൻ്റെ ഏറ്റവും ഡീപ്പസ്റ്റ് പാർട്ടായിരിക്കും ട്രെഞ്ചസ് എന്ന് പറയുന്നത്. ബാക്കി പിക്ചേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇവയുടെ സൈഡ്സ് എന്ന് പറയുന്നത് ഭയങ്കര സ്റ്റീപ്പ് സൈഡ് ആയിരിക്കും ഇവ. ഇനിയും ഇതിൻ്റെ ചുറ്റുമുള്ള ഓഷ്യൻ ഫ്ലോറിനേക്കാൾ ഏകദേശം ഒരു 3 to 5 കിലോമീറ്റർ ഓഷ്യൻ ഫ്ലോറിനേക്കാൾ 3 to 5 കിലോമീറ്റർ ഡീപ്പിലായിരിക്കും ഇത് ഓഷ്യനിക് ട്രെഞ്ചസ് കാണപ്പെടുന്നത്. അപ്പോൾ ഏറ്റവും ഡെപ്തിൽ കാണപ്പെടുന്നത് ഓഷ്യൻ ഫ്ലോർ കഴിഞ്ഞിട്ട് പിന്നെ ഏറ്റവും ഡെപ്തിൽ കാണപ്പെടുന്നത് ട്രെഞ്ചസ് ആണ്. They occur at the base of continental slopes. കോണ്ടിനെൻ്റൽ സ്ലോപ്സിൻ്റെ ബേസിസിലാണ് ഇത് കാണപ്പെടുന്നത്, ഞാൻ ഫിഗർ കാണിച്ചതാണ്. ആൻഡ് അലോങ് ദ ഐലൻഡ് ഡാർക്സ് ആൻഡ് ആർ അസോസിയേറ്റഡ് വിത്ത് ആക്റ്റീവ് വോൾക്കാനോസ് ആൻഡ് സ്ട്രോങ് എർത്ത്. ഈ ഒരു റീജിയനിൽ സ്ട്രോങ് എർത്ത് ക്വേക്സും ആക്റ്റീവ് വോൾക്കാനോസ് ഉണ്ടാകും. അതുകൊണ്ടാണ് നമ്മൾ പ്ലേറ്റ് മൂവ്മെൻറ്റ്സ് പഠിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ട്രെഞ്ചസ് ഇമ്പോർട്ടൻ്റ് ആവുന്നത്. നമ്മൾ പ്ലേറ്റ് മൂവ്മെൻറ്റ് ഡിസ്കസ് ചെയ്ത ചാപ്റ്റർ തന്നെയാണ് ഈ ട്രെഞ്ചസിനെ കുറിച്ചും ഈ ഓഷ്യൻ ഫ്ലോറിനെ കുറിച്ചും ഇതിന് മുൻപ് കണ്ടത്. ദിസ് ഈസ് എ റീസൺ. ടോട്ടൽ 57 ട്രെഞ്ചസ് ആണ് ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ളത്. അതിൽ 32 പസഫിക് ഓഷ്യനിലും 19 അറ്റ്ലാന്റിക് ഓഷ്യനിലും ആൻഡ് നമ്മുടെ ഇന്ത്യൻ ഓഷ്യനിൽ 6 ഉണ്ട്. സോ ടോട്ടൽ 57 ആണ് ട്രെഞ്ചസ് ഉള്ളത് ഇതുവരെ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളത്. അതിൽ 32 പസഫിക് ഓഷ്യനിലാണ്, 19 അറ്റ്ലാന്റിക് ഓഷ്യനിലാണ്, 6 നമ്മുടെ ഇന്ത്യൻ ഓഷ്യനിലാണ്. നമ്മുടെ മേജർ റിലീഫ് ഫീച്ചേഴ്സ് മൈനർ റിലീഫ് ഫീച്ചേഴ്സ് നോക്കാം. ഫസ്റ്റ് വൺ മിഡ് ഓഷ്യനിക് റിഡ്ജസ് ആണ്. ദ മിഡ് ഓഷ്യനിക് റിഡ്ജ് ഈസ് കമ്പോസ്ഡ് ഓഫ് 2 chains of mountains separated by a large depression. The mountain ranges can have peaks as high as 2500 meters and some even reach above the ocean surface. അതിൻ്റെ എക്സാമ്പിളിന് ഐസ്ലാൻഡ്, മിഡ് അറ്റ്ലാന്റിക് റിഡ്ജിൻ്റെ പാർട്ടായ ഐസ്ലാൻഡ് എന്ന് പറയുന്നത് ഇതിനൊരു എക്സാമ്പിളാണ്. 2 ചെയിൻസ് ഓഫ് മൗണ്ടൻസ് കാണും, പക്ഷേ അതിനിടയ്ക്ക് എന്താണ് വലിയ ഡിപ്രഷൻസ് പോലെ കാണും. നെക്സ്റ്റ് സീ മൗണ്ട്സ് ആണ്. ഇവ ഓഷ്യൻ ഫ്ലോറിൽ നിന്ന് റൈസ് ചെയ്താണ്, പക്ഷേ ഒരിക്കലും സർഫസിലേക്ക് എത്തത്തില്ല. സർഫസിലേക്ക് എത്താതെ ഇവിടെ കുറച്ച് ദൂരത്തേക്ക് മാത്രമേ എൻ്റെ ഹൈറ്റ് ഉണ്ടാവും.
ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വോൾക്കാനിക് ഒറിജിനാണ്. ഇവൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 3000 to 4500 മീറ്റർ വരെ പോകാം. ഇതിൽ ഞാൻ പസഫിക് ഓഷൻ ഫിഗർ കാണിക്കുന്ന കാരണം ഏറ്റവും നല്ല എക്സാമ്പിൾ നമുക്ക് സീമൗണ്ടിനെ പറ്റി പറയാൻ പറ്റുന്നത് ഹവായിയൻ ഐലൻഡ്സ് അല്ല. ഹവായിയൻ ഐലൻഡ്സ് പസഫിക് ഓഷനിലാണ് ഉള്ളത്. അതിൻ്റെ എക്സ്റ്റൻഷൻ ആയിട്ടുള്ള എംപറർ സീമൗണ്ട്സ് ഉണ്ട്. അത് സീമൗണ്ട്സിന് നല്ലൊരു എക്സാമ്പിളാണ്. ഹവായിയൻ ഐലൻഡിൻ്റെ എക്സ്റ്റൻഷനാണ് സീമൗണ്ട്സിന് എക്സാമ്പിളായിട്ട് പറയാൻ പറ്റുന്നതാണ് എംപറർ സീമൗണ്ട്സ്. ഇത് പസഫിക് ഓഷനിലാണ് കാണുന്നത്. അപ്പോൾ സീമൗണ്ട് കഴിഞ്ഞ് നെക്സ്റ്റ് എന്ന് പറയുന്നത് സബ്മറൈൻ കാനിയോൺ. ഇവ ഡീപ്പ് വാലീസ് ആയിരിക്കും. സം കമ്പയറബിൾ ടു ദ ഗ്രാൻഡ് കാനിയോൺ ഓഫ് ദ കൊളറാഡോ റിവർ. They are sometimes found cutting across the continental shelves and slopes, often extend from the mouths of large rivers. The Hudson Canyon is the best known submarine canyon in the world. ഇവ ജനറലി കോണ്ടിനെൻ്റൽ ഷെൽഫിനെയോ സ്ലോപ്പിനെയോ കട്ട് ചെയ്യുന്ന രീതിക്കാണ് കാണപ്പെടുക. ഇത്തരത്തിൽ ഹഡ്സൺ സബ്മറൈൻ കാനിയോൺ ആണ് ഏറ്റവും മികച്ച എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റുന്നത്. നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഗുയോട്ട്സ്. ഇതെന്ന് പറഞ്ഞാൽ സീമൗണ്ട് തന്നെയാണ്, പക്ഷേ പ്രത്യേകത ഫ്ലാറ്റ് ആയിരിക്കും. അതിൻ്റെ ടോപ്പ് എന്ന് പറയുന്നത് ടോപ്പ് പോർഷൻ ഫ്ലാറ്റ് ആയിരിക്കും. ഗുയോട്ട് എന്ന് പറഞ്ഞാൽ സീമൗണ്ട് തന്നെയാണ്, പക്ഷേ അതിൻ്റെ സ്ലോപ്പ് പോർഷൻ എന്ന് പറയുന്നത് ഫ്ലാറ്റ് ആണ്. ക്യാൻ സീ ഹിയർ ഇറ്റ്സ് വെരി സിമിലർ ടു സീമൗണ്ട് വിത്ത് എ ഫ്ലാറ്റ് ടോപ്പ്. They show evidences of gradual subsidence through stages to become flat-topped submerged mountains. It is estimated that more than 10,000 seamounts and guyotts exist in the Pacific Ocean alone. Pacific Oceanil മാത്രം 10,000 കൂടുതൽ സീമൗണ്ട്സും ഗുയോട്ട്സും എക്സിസ്റ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഇതിൻ്റെ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഗുയോട്ട്സ് ഫ്ലാറ്റ് ടോപ്പിലായിരിക്കും. നെക്സ്റ്റ് മൈനർ ഫീച്ചർ എന്ന് പറയുന്നത് അറ്റോൾസ് ആണ്. ഇവ ലോ ഐലൻഡ്സ് ആയിരിക്കും. These are low islands found in the tropical oceans consisting of coral reefs surrounding a central depression. ഇപ്പോൾ ഒരു സെൻട്രൽ ഡിപ്രഷനെ സറൗണ്ട് ചെയ്ത് ഒരു കോറൽ റീഫ് പോലെയൊക്കെ കാണപ്പെടുന്ന ലോ ഐലൻഡ്സ് ആയിരിക്കും. ട്രോപ്പിക്കൽ ഓഷ്യൻസിലായിരിക്കും കാണപ്പെടുന്നത്. It may be a part of sea or lagoon or sometimes from enclosing a body of fresh, brackish or highly saline water. ഇപ്പോൾ എന്തെങ്കിലും ഒരു വാട്ടർ ബോഡിനെ എൻക്ലോസ് ചെയ്ത് കാണപ്പെടാറുണ്ട്, അല്ലെങ്കിൽ ഒരു സീ ഓർ ലഗൂണിൻ്റെ അല്ലെങ്കിൽ ലഗൂണിൻ്റെ പാർട്ടായിട്ടൊക്കെ ഇതിനെ കാണപ്പെടാറുണ്ട്. മെയിൻലി ട്രോപ്പിക്കൽ ഓഷ്യൻസിലാണ് കാണപ്പെടുന്നത്. ലോ ഐലൻഡ്സ് ആയിരിക്കും. ഒരു സെൻട്രൽ ഡിപ്രഷനെ സറൗണ്ട് ചെയ്ത് കാണപ്പെടുന്നു. കോറൽ റീഫ്സ് ആയിരിക്കും മെയിനായിട്ട്. നെക്സ്റ്റ് ടെമ്പറേച്ചർ ഓഫ് ഓഷ്യൻ വാട്ടറാണ്. ഓഷ്യൻ വാട്ടേഴ്സ് ഗെറ്റ് ഹീറ്റഡ് അപ്പ് ബൈ സോളാർ എനർജി ജസ്റ്റ് ആസ് ലാൻഡ് ചൂടാവുന്ന പോലെ തന്നെ ഓഷ്യൻ വാട്ടർ ചൂടാകും. പക്ഷേ ഡിഫറൻസ് എന്താണ്? ദ പ്രോസസ് ഓഫ് ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് ഓഫ് ദ ഓഷ്യനിക് വാട്ടർ ഈസ് സ്ലോവർ ദാൻ ദ ലാൻഡ്. ലാൻഡ് പെട്ടെന്ന് ചൂടാവും, പെട്ടെന്നാണ്. പക്ഷേ ഓഷ്യൻ എന്ന് പറയുന്നത്, വാട്ടർ എന്ന് പറയുന്നത് പതുക്കെ ചൂടാവുള്ളൂ, പതുക്കെ തണുക്കത്തുള്ളൂ. ഇനി ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് നോക്കാം. ഫസ്റ്റ് മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് ലാറ്റിറ്റ്യൂഡാണ്. പിന്നെ അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലാൻഡ് ആൻഡ് വാട്ടർ, പിന്നെ പ്രിവെയിലിംഗ് വിൻഡ്. അടുത്ത ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഓഷ്യൻ കറൻസ്. അപ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സാണ് ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ അഫക്റ്റ് ചെയ്യുന്നത്? ലാറ്റിറ്റ്യൂഡ്, അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലാൻഡ് ആൻഡ് വാട്ടർ, പ്രിവെയിലിംഗ് വിൻഡ് ആൻഡ് ഓഷ്യൻ കറൻസ്. ലാറ്റിറ്റ്യൂഡ് നോക്കാം. ദ ടെമ്പറേച്ചർ ഓഫ് ദ സർഫസ് വാട്ടർ ഡിക്രീസസ് ഫ്രം ദ ഇക്വേറ്റർ ടുവേർഡ്സ് ദ പോൾസ്. സർഫസ് വാട്ടറിൻ്റെ ടെമ്പറേച്ചർ ഇക്വേറ്ററിൽ നിന്നും പോൾസിലേക്ക് പോകുന്തോറും എന്താണ്? ഡിക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. ബിക്കോസ് ദ എമൗണ്ട് ഓഫ് ഇൻസുലേഷൻ ഡിക്രീസസ് പോൾവേഡ്. പോൾസിലേക്ക് പോകുമ്പോൾ അവിടെ റിസീവ് ചെയ്യുന്ന ഇൻസുലേഷൻ, ഇൻകമിങ് സോളാർ റേഡിയേഷൻ എന്ന് പറയുന്നത് കുറവാണ്. അതുകൊണ്ട് ഇക്വേറ്ററിൻ്റെ അവിടെ നല്ല രീതിയിൽ ടെമ്പറേച്ചർ സോളാർ റേഡിയേഷൻ കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ പറയുമ്പോൾ ഇക്വേറ്ററിൽ നിന്ന് പോൾസിലേക്ക് പോകുന്തോറും, അതായത് ഓരോ ലാറ്റിറ്റ്യൂഡ് കഴിയും തോറും കുറഞ്ഞു വരും. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത് അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലാൻഡ് ആൻഡ് വാട്ടർ. രണ്ട് ഹെമിസ്ഫിയർ നമുക്കില്ല. നോർത്തേൺ ഹെമിസ്ഫിയർ ഉണ്ട്, സദേൺ ഹെമിസ്ഫിയർ ഉണ്ട്. ഇതിൽ രണ്ട് ഹെമിസ്ഫിയർ നോക്കുമ്പോഴത്തേക്കും സദേൺ ഹെമിസ്ഫിയറിലാണ് ഏറ്റവും കൂടുതൽ ഓഷ്യൻസ് ഉള്ളത്. നോർത്തേൺ ഹെമിസ്ഫിയറിൽ കൂടുതൽ എന്താണുള്ളത്? കോണ്ടിനെൻറ്റ്സ് ആണ്, ലാൻഡ് ഏരിയ ആണ് ഉള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യമാണ് ലാൻഡ് പെട്ടെന്ന് ചൂടാകും, പെട്ടെന്ന് നടക്കും. ഓഷ്യൻ എന്ന് പറയുന്നത് വളരെ പതുക്കെ ചൂടാകത്തുള്ളൂ, വളരെ പതുക്കെ തണുക്കുകയും ചെയ്യത്തുള്ളൂ. അപ്പം ഇത്തരത്തിൽ ഓഷ്യൻ കൂടുതൽ കാണപ്പെടുന്ന സദേൺ ഹെമിസ്ഫിയർ ഉണ്ട്. സദേൺ ഹെമിസ്ഫിയറിക് റീജിയൻ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? ഭയങ്കര പതുക്കെ ആയിരിക്കും ചൂടുന്നത്, പതുക്കെ ആയിരിക്കും തണുക്കുന്നത്. പക്ഷേ കമ്പാരിസൺ ഏറ്റവും കൂടുതൽ ഹീറ്റ് റിസീവ് ചെയ്യുന്ന എവിടെയായിരിക്കും? നോർത്തേൺ ഹെമിസ്ഫിയറിലായിരിക്കും. ബിക്കോസ് ഓഫ് ദ അവൈലബിലിറ്റി ഓഫ് ലാൻഡ് അഥവാ കോണ്ടിനെൻറ്റ്സ്. The oceans in the northern hemisphere receive more heat due to their contact with a larger extent of land than the oceans in the southern hemisphere. നെക്സ്റ്റ് പ്രിവെയിലിംഗ് വിൻഡ് ആണ് പോയിന്റ്. അപ്പോൾ തേർഡ് ഫാക്ടർ അഫക്റ്റ് ചെയ്യുന്ന ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് പ്രിവെയിലിംഗ് വിൻഡ് ആണ്. ദ വിൻഡ്സ് ബ്ലോയിങ് ഫ്രം ലാൻഡ് ടുവേർഡ്സ് ദ ഓഷ്യൻസ് ഡ്രൈവ് വാം സർഫസ് വാട്ടർ എവേ ഫ്രം ദ കോസ്റ്റ്, റിസൾട്ടിങ് ഇൻ ദ അപ്വെല്ലിംഗ് ഓഫ് കോൾഡ് വാട്ടർ ഫ്രം ബിലോ. അപ്പോൾ ലാൻഡിൽ നിന്നും ഓഷ്യനിലേക്ക് വരുന്ന വിൻഡ്സ് കാരണം എന്ത് സംഭവിക്കും? വാം സർഫസ് വാട്ടറിനെ കോസ്റ്റ് ഏരിയയിൽ നിന്നും മാറ്റിവിടും. അതിൻ്റെ ഫലമായിട്ട് കോൾഡ് വാട്ടർ മുകളിലേക്ക് റൈസ് ചെയ്ത് വരും. It results into the longitudinal variation in the temperature.
Contrary to this, the onshore winds pile up warm water near the coast and this raises the temperature. അപ്പോൾ എന്താ പറഞ്ഞാൽ ഓഫ് ഷോർ വിൻഡ്സ് വരുമ്പോൾ അതായത് ലാൻഡിൽ നിന്നും സീയിലേക്ക് വിൻഡ് പോവുകയാണെങ്കിൽ ഇറ്റ് ഡ്രൈവ്സ് വാം സർഫസ് വാട്ടർ എവേ ഫ്രം ദ കോസ്റ്റ് റിസൾട്ടിങ് ഇൻ ദ അപ്സോർബിങ് ഓഫ് കോൾഡ് വാട്ടർ ഫ്രം ബിലോ. പക്ഷേ ഇൻ കേസ് ഓൺഷോർ വിൻഡാണ് സംഭവിക്കുന്നതെങ്കിൽ അതായത് സീയിൽ നിന്നും ലാൻഡിലേക്കാണ് കാറ്റ് വീശുന്നതെങ്കിൽ കോസ്റ്റൽ ഏരിയയിൽ വാം വാട്ടർ കൂടും, വാം വാട്ടറിൻ്റെ കൗണ്ട് കൂടും ആൻഡ് അത് കാരണം ടെമ്പറേച്ചർ റൈസ് ചെയ്യും. ഫിഫ്ത്ത് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഓഷ്യൻ കറൻസ്. വാം ഓഷ്യൻ കറൻസ് ആണെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടും. കോൾഡ് ഏരിയാസിലുള്ള ടെമ്പറേച്ചർ എന്ന് പറയുന്നത് വാം ഓഷ്യൻ കറൻസ് കാരണം കൂടുകയും തിരിച്ച് കോൾഡ് ഓഷ്യൻ കറണ്ട് വരുമ്പോൾ എന്ത് സംഭവിക്കും? ടെമ്പറേച്ചർ സ്വാഭാവികമായും കുറയും. വാം ഓഷ്യൻ ഏരിയാസിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കോൾഡ് കറൻസ് വരുമ്പോൾ കുറയും. ഇനി എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ വാം കറണ്ട് എക്സാമ്പിൾ ഗൾഫ് സ്ട്രീം. അതെവിടെയാണ്? റൈസസ് ടെമ്പറേച്ചർ നിയർ ദ ഈസ്റ്റേൺ കോസ്റ്റ് ഓഫ് നോർത്ത് അമേരിക്ക ആൻഡ് ദ വെസ്റ്റ് കോസ്റ്റ് ഓഫ് യൂറോപ്പ്. യൂറോപ്പിൻ്റെ വെസ്റ്റ് കോസ്റ്റിലെയും നോർത്ത് അമേരിക്കയുടെ ഈസ്റ്റേൺ കോസ്റ്റിനെയും ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന വാം കറണ്ടാണ് ഗൾഫ് സ്ട്രീം എന്ന് പറയുന്നത്. പക്ഷേ ലെബ്രഡോർ കറണ്ട് വിച്ച് ഇസ് എ കോൾഡ് കറണ്ട് അതെന്ത് ചെയ്യും? നോർത്ത് അമേരിക്കയുടെ നോർത്ത് ഈസ്റ്റ് കോസ്റ്റിന് ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുന്നു. ഒന്നുകൂടെ പറയാം, വാം കറണ്ടായ ഗൾഫ് സ്ട്രീം എന്ത് ചെയ്യും? ഈസ്റ്റേൺ കോസ്റ്റ് ഓഫ് നോർത്ത് അമേരിക്കയുടെയും വെസ്റ്റ് കോസ്റ്റ് ഓഫ് യൂറോപ്പിനെയും ടെമ്പറേച്ചർ റൈസ് ചെയ്യുന്നു. പക്ഷേ ലെബ്രഡോർ കറണ്ട് അതെന്ന് പറയുന്നത് കോൾഡ് കറണ്ടാണ്. അത് നോർത്ത് അമേരിക്കയുടെ നോർത്ത് ഈസ്റ്റ് കോസ്റ്റിൻ്റെ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യിപ്പിക്കുന്നു. കോൾഡ് കറണ്ട് ആയതുകൊണ്ട് തന്നെ ലെബ്രഡോർ കറണ്ട് ഡിക്രീസ് ചെയ്യിപ്പിക്കുന്നു ടെമ്പറേച്ചറിനെ. അപ്പോൾ ഓഷ്യൻ കറൻസ് രണ്ട് രീതിയിലുണ്ട്. വാം ഓഷ്യൻ കറൻസ് ഉണ്ട്, കോൾഡ് ഓഷ്യൻ കറൻസ് ഉണ്ട്. വാം ഓഷ്യൻ കറൻസ് നമ്മൾ ഏത് എക്സാമ്പിൾ പറഞ്ഞത്? ഗൾഫ് സ്ട്രീം. ആൻഡ് കോൾഡ് ഓഷ്യൻ കറണ്ട് ലാബ്രഡോർ. All these factors influence the temperature of the ocean currents locally. The enclosed seas in the low latitudes record relatively higher temperature than the open seas. ഇപ്പോൾ ലോ ലാറ്റിറ്റ്യൂഡ്സിൽ കാണപ്പെടുന്ന എൻക്ലോസ്ഡ് ആയിട്ട് കാണപ്പെടുന്ന സീസ് എന്ന് പറയുന്നത് റിലേറ്റീവ്ലി മറ്റ് ഓപ്പൺ സീസിനെ ഓഷ്യൻസിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും റിലേറ്റീവ്ലി ഹയർ ടെമ്പറേച്ചറാണ് റെക്കോർഡ് ചെയ്യുന്നത്. പക്ഷേ എൻക്ലോസ്ഡ് സീസൺ ഹൈ ലാറ്റിറ്റ്യൂഡ്സിലാണെങ്കിൽ ഹാവ് ലോവർ ടെമ്പറേച്ചർ ദാൻ ദ ഓപ്പൺ സീസ്. ഇപ്പോൾ ഓപ്പൺ സീസിനേക്കാളും ടെമ്പറേച്ചർ കുറവായിരിക്കും ഹൈ ലാറ്റിറ്റ്യൂഡിൽ കാണപ്പെടുന്ന എൻക്ലോസ്ഡ് സീസിന്. വേറാസ് എൻക്ലോസ്ഡ് സീസൺ ലോ ലാറ്റിറ്റ്യൂഡ്സ് റെക്കോർഡ് റിലേറ്റീവ്ലി ഹയർ ടെമ്പറേച്ചർ ദാൻ ദ ഓപ്പൺ സീസ്. ലോ ലാറ്റിറ്റ്യൂഡ്സിലാണെങ്കിൽ അതിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഓപ്പൺ സീസിനേക്കാൾ കൂടുതലായിരിക്കും. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ബാക്കി പോർഷൻ കൂടെ കംപ്ലീറ്റ് ചെയ്യാം.